കൊടുവള്ളി എം.എൽ.എ. കാരാട്ട് റസാഖിന്റെ തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി റദ്ദാക്കി. എതിർ സ്ഥാനാർത്ഥിയായിരുന്ന എം.എ. റസാഖിനെതിരെ അപകീർത്തികരമായ വീഡിയോ പ്രദർശിപ്പിച്ചു എന്ന പരാതിയിലാണ് ഹൈക്കോടതി നടപടി. 2 വോട്ടർമാർ നൽകിയ ഹർജിയിലാണ് കോടതി ഉത്തരവ്. അപ്പീൽ നൽകുന്നതിനായി വിധി നടപ്പാക്കുന്നത് 30 ദിവസത്തേക്ക് ഹൈക്കോടതി തടഞ്ഞു. ഇടത് സ്വതന്ത്രനായ കാരാട്ട് റസാഖ് 573 വോട്ടുകൾക്കാണ് മുസ്ലിം ലീഗിലെ എം.എ. റസാഖിനെ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയത്. തനിക്കെതിരായ വിധിക്ക് കാരണമായ CD വ്യാജമാണെന്ന് സംശയമുണ്ടെന്ന് കാരാട്ട് റസാഖ് എം.എൽ.എ. പറഞ്ഞു. എതിർ സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ ചെയ്തെന്ന് പരാതിപ്പെട്ടത് ആ വ്യക്തിയല്ലെന്നും 2 വോട്ടർമാരാണെന്നും കാരാട്ട് റസാഖ് കൊച്ചിയിൽ പറഞ്ഞു. നിയോജകമണ്ഡലത്തിൽ 2 വോട്ടർമാരാണ് ഇവിടെ പരാതി നൽകിയിട്ടുള്ളത്. എതിർ സ്ഥാനാർത്ഥി പരാതി നൽകിയിട്ടില്ല. അങ്ങനെ ഒരു വ്യക്തിഹത്യ എതിർ സ്ഥാനാർത്ഥിക്കെതിരെ നടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹമായിരുന്നു എനിക്കെതിരെ പരാതി കോടതിയിൽ കൊടുക്കേണ്ടിയിരുന്നത്. അങ്ങനെ ഒരു സംഭവം ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം പരാതി കൊടുക്കാതിരുന്നത്. നേരത്തെ ഞാൻ മുസ്ലിം ലീഗ് ഉണ്ടായ സമയത്ത് എന്നോട് കടുത്ത വിരോധം ഉള്ള 2 വോട്ടർമാരാണ്, മുസ്ലിം ലീഗിന്റെ 2 പ്രധാന നേതാക്കന്മാരാണ് എനിക്കെതിരെ പരാതി കൊടുത്തിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും എൻ ശ്രീനാഥ് ചേരുന്നു. ശ്രീനാഥ്, ഉത്തരവ് പുറപ്പെടുവിച്ചുകൊണ്ട് വിധി പ്രസ്താവിച്ചുകൊണ്ട് ഹൈക്കോടതി എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഒപ്പം കാരാട്ട് റസാഖ് എം.എൽ.എയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാരാട്ട് റസാഖ് എതിർ സ്ഥാനാർത്ഥിക്കെതിരെ മണ്ഡലത്തിലുടനീളം വീഡിയോ പ്രദർശിപ്പിച്ചിരുന്നു. ഈ വീഡിയോയിൽ എതിർ സ്ഥാനാർത്ഥി എം.എ. റസാഖിനെതിരെയുള്ള അപകീർത്തികരമായ പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്നതായിരുന്നു എന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ അപകീർത്തികരമായ പരാമർശങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന വീഡിയോ പ്രദർശിപ്പിച്ചു എന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നു. എന്നാൽ കാരാട്ട് റസാഖ് പറഞ്ഞത് ഇത്തരത്തിലൊരു വീഡിയോ പ്രദർശിപ്പിച്ചിരുന്നു, അത് തന്റെ ഭരണ നേട്ടങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ആയിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അത്തരത്തിലൊരു വീഡിയോ ഹൈക്കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കാൻ കാരാട്ട് റസാഖിന് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ എതിർ സ്ഥാനാർത്ഥി തന്നെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള വീഡിയോ ഹൈക്കോടതിക്ക് മുമ്പാകെ ഹാജരാക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഹൈക്കോടതി സുപ്രധാനമായ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് കൊടുവള്ളി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കിയിരിക്കുന്നു. അതേസമയം എതിർ സ്ഥാനാർത്ഥി എം.എ. റസാഖ് ആവശ്യപ്പെട്ട പ്രകാരം തന്നെ വിജയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചിട്ടില്ല. അതേസമയം 30 ദിവസത്തേക്ക് ഈ ഉത്തരവ് ഹൈക്കോടതി തന്നെ റദ്ദാക്കിയിട്ടുണ്ട്. കാരണം ഈ കാരാട്ട് റസാഖിനെ മേൽക്കോടതിയെ സമീപിക്കാനുള്ള സാവകാശം തേടി ഹൈക്കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 30 ദിവസത്തേക്ക് തെരഞ്ഞെടുപ്പ് ഈ ഉത്തരവ് റദ്ദാക്കിയിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് നിയമസഭാ നടപടികളിൽ പങ്കെടുക്കാം, പക്ഷേ വോട്ടിംഗിൽ പങ്കെടുക്കാനോ നിയമസഭയിലെ ആനുകൂല്യങ്ങൾ പറ്റാനോ കഴിയില്ല എന്നാണ് ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും കേരള നിയമസഭാ ചരിത്രത്തിൽ ഇത് തൊട്ടടുത്തുള്ള 2ാമത്തെ വിധിയാണ്. നേരത്തെ നികേഷ് കുമാറിന്റെ കേസിലും ഇതേപോലത്തെ ഒരു വിധി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എതിർ സ്ഥാനാർത്ഥിയെ വിജയായി പ്രഖ്യാപിക്കാൻ തയ്യാറാകാതിരിക്കുകയും അതേസമയം അവിടുത്തെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുകയും ചെയ്തിരിക്കുന്നു. അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കൊടുവള്ളി നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള വിധിന്യായവും. ശരി, എൻ ശ്രീനാഥാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കോടതി വിധി സ്വാഗതം ചെയ്യുന്നുവെന്ന് മുസ്ലിം ലീഗ്. തെരഞ്ഞെടുപ്പിൽ നടത്തിയ നുണപ്രചരണങ്ങൾക്കുള്ള തിരിച്ചടിയാണ് കോടതി വിധിയെന്ന് ലീഗ് നിയമസഭാ കക്ഷി നേതാവ് M.K. മുനീർ പറഞ്ഞു. കഴിഞ്ഞ നിയമസഭയിൽ സ്പീക്കർ ഷാജി വരുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത് അറിയാൻ ഞങ്ങൾ താല്പര്യം. കേസിൽ നിയമ പോരാട്ടം തുടരുമെന്ന് E.T. മുഹമ്മദ് ബഷീറും പ്രതികരിച്ചു. വിധിയെ വളരെ സ്വാഗതം ചെയ്യാണ്. കാരാട്ട് റസാഖിൻ്റെ കൊടുവള്ളി നിന്നുള്ള ഇലക്ഷൻ അത് റദ്ദ് ചെയ്തുകൊണ്ട് അങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ന്യൂസ് കിട്ടുകയാണ്. അത് വളരെ നല്ലൊരു വിധിയാണ്. കാരണം അത് സത്യത്തിൻ്റെ വിജയം കൂടിയാണ്. ഈ കേസ് നടക്കുന്ന പല ഘട്ടങ്ങളിലും അതിൻ്റെ പ്രോഗ്രസ് അറിഞ്ഞ സമയത്ത് തന്നെ ഞങ്ങൾ തോന്നി റസാഖ് മാഷക്ക് അതിൽ നീതി കിട്ടുമെന്ന്. കാരാട്ട് റസാഖ് അതിലെടുത്തിട്ടുള്ള പല നടപടികളും തികച്ചും ജുഡീഷ്യറിന് മുമ്പിൽ ചോദ്യം ചെയ്യപ്പെട്ടത് തന്നെയായിരുന്നു. ഈ വിധി അതുകൊണ്ട് തന്നെ ന്യായമാണ്. അഴീക്കോടുണ്ടായ വിധി പോലെയല്ല. അത് പരാമർശം KM ഷാജിയെക്കുറിച്ച് ആരും വിശ്വസിക്കൂല. നേരെ മറിച്ച് ഇത് ദുഷ്പ്രചാരണമായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് ഇടതുമുന്നണി പ്രചരണ ജാഥകൾ സംഘടിപ്പിക്കും. തെക്കൻ മേഖലാ ജാഥ കോടിയേരി ബാലകൃഷ്ണനും വടക്കൻ മേഖലാ ജാഥ കാനം രാജേന്ദ്രനും നയിക്കും. ഫെബ്രുവരി 2ാം വാരം ആരംഭിക്കുന്ന ജാഥകൾ മാർച്ച് 2-ന് തൃശൂരിൽ സമാപിക്കുമെന്ന് ഇടതുമുന്നണി കൺവീനർ A. വിജയരാഘവൻ പറഞ്ഞു.
രണ്ട് സംസ്ഥാനതല പ്രചരണ ജാഥകൾ ഫെബ്രുവരി മാസം രണ്ടാമത്തെ ആഴ്ചയിൽ സംഘടിപ്പിക്കുകയാണ്. ഒന്ന് തിരുവനന്തപുരത്തു നിന്നും മറ്റൊന്ന് കാസർഗോഡ് നിന്നും പര്യടനം ആരംഭിച്ച് തൃശ്ശൂരിൽ മാർച്ച് മാസം 2-ാം തീയതി വലിയ റാലിയോടുകൂടി സമാപിപ്പിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. CPIയുടെ നേതൃത്വത്തിലുള്ള ജാഥ വടക്ക് നിന്നും, CPM നേതൃത്വം നൽകുന്ന ജാഥ തെക്ക് നിന്നുമാണ്, തിരുവനന്തപുരത്ത് നിന്നാണ് ആരംഭിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ UDF യോഗം ചേരുന്നു. മുന്നണി പ്രവേശനത്തിനായി വിവിധ ചെറുകക്ഷികൾ കത്ത് നൽകിയ സാഹചര്യത്തിൽ മുന്നണി വിപുലീകരണവും UDF യോഗത്തിൽ ചർച്ചയാകും. PC ജോർജിനെ മുന്നണിയിൽ എടുക്കുന്നതിനെ ലീഗും മാണിയും എതിർത്തേക്കും. കൂടുതൽ വിവരങ്ങളുമായി TG സജിത്ത് ചേരുകയാണ്. സജിത്ത്, യോഗം എങ്ങനെ പുരോഗമിക്കുന്നു? എന്തൊക്കെ കാര്യങ്ങളാകും ഇന്ന് ചർച്ചയ്ക്ക് വരിക? UDF യോഗം പൂർത്തിയായിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ കൺവീനറുടെ വാർത്താ സമ്മേളനം ഉണ്ടാകും. മുന്നണി വിപുലീകരണം അടക്കമുള്ള തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും സീറ്റ് വിഭജന വിഷയങ്ങളൊക്കെ ഇന്നത്തെ UDFന്റെ അജണ്ടയിൽ ഉൾപ്പെടുത്തുന്നത് വേണം മനസ്സിലാക്കാൻ. സീറ്റ് വിഭജനം സംബന്ധിച്ച തർക്കങ്ങൾ UDFനകത്തില്ല. പക്ഷേ ചെറുകക്ഷികൾ സീറ്റിന് അവകാശവാദം ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിന് UDFൽ അംഗീകാരം കിട്ടില്ല. കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകൾ തന്നെ ഘടകകക്ഷികൾ മത്സരിക്കും. പാലക്കാട് സീറ്റ് ഇത്തവണ കോൺഗ്രസും ഏറ്റെടുക്കും. ഇത്തരത്തിലാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. ഒപ്പം തന്നെ ദേശീയ നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്ക് വലിയ രീതിയിലുള്ള ഒരു സംഘാടനത്തിനു വേണ്ടി സബ് കമ്മിറ്റികൾക്കും ഇന്നത്തെ UDF ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മുന്നണി വിപുലീകരണം അടക്കമുള്ള വിഷയങ്ങളിൽ PC ജോർജിന്റെയും മറ്റു ചില ചെറുകക്ഷികളുടെയും കത്ത് UDFുമായി സഹകരിക്കാനുള്ള കത്ത് ഇത് മുന്നണിക്ക് കിട്ടിയിട്ടുണ്ട്. ഇക്കാര്യവും ഇന്നത്തെ മുന്നണി യോഗത്തിൽ പരാമർശിക്കപ്പെട്ടു എന്നാണ് അറിയുന്നത്. ഇതനുസരിച്ച് ഒരു സബ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. UDF കൺവീനർ ചെയർമാനായിട്ടുള്ള ഒരു സബ് കമ്മിറ്റി ആയിരിക്കും ഇനി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുന്നണി വിപുലീകരണം പൂർത്തിയാവാനുള്ള സാധ്യതയില്ല. ശരി, TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിൽ രാഹുൽ ഗാന്ധിയുടെ നിരവധി റോഡ് ഷോകളുമായി പ്രചാരണം കൊഴുപ്പിക്കാൻ കോൺഗ്രസ്. രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന ഒരു റാലിക്ക് പുറമെ വിവിധ മേഖലകളിൽ റോഡ് ഷോകൾ സംഘടിപ്പിക്കും. 28 അംഗ പ്രചാരണ സമിതിയും 15 അംഗങ്ങൾ വീതമുള്ള മീഡിയ ഏകോപന സ്ഥാനാർത്ഥി നിർണയ സമിതികളും ഉടൻ പ്രഖ്യാപിക്കും. നരേന്ദ്രമോദിയുടെ തിരഞ്ഞെടുപ്പ് റാലികൾ BJP കേരളത്തിൽ ആസൂത്രണം ചെയ്യുന്നതിനുള്ള കോൺഗ്രസിന്റെ മറുപടിയാണ് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോകൾ. റോഡ് ഷോകളാകുമ്പോൾ പരമാവധി മേഖലകളിൽ വോട്ടർമാരെ ആകർഷിക്കാമെന്നാണ് കണക്കുകൂട്ടൽ. പ്രചാരണം തുടങ്ങിയാൽ രാഹുലിന്റെ ഒരു റാലി മാത്രമാണ് നിലവിൽ കേരളത്തിൽ നിശ്ചയിച്ചിട്ടുള്ളത്. AK ആന്റണി, മുകുൾ വാസ്നിക് എന്നിവർക്ക് പുറമെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും സംസ്ഥാനത്ത് പ്രചരണത്തിനെത്തും. ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ നേതൃത്വത്തിൽ യുവ വോട്ടുകൾ ലക്ഷ്യമിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെയും വ്യാപക പ്രചാരണം നടത്തും. BJPക്കെതിരെ ദേശീയ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ ശബരിമല പ്രചാരണായുധമാകും. BJPയെ തടയാൻ കോൺഗ്രസിന് ഒരു വോട്ടെന്നതാകും അഭ്യർത്ഥന. ദേശീയതലത്തിൽ ഒരു സഖ്യത്തിന്റെയും ഭാഗമല്ലാത്തതിനാൽ ഇടതു പാർട്ടികൾ ജയിച്ചാൽ തന്നെ BJPക്ക് വീണ്ടും അധികാരത്തിൽ വരാൻ വഴിയൊരുങ്ങുമെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കും. K മുരളീധരൻ അധ്യക്ഷനായ പ്രചാരണ സമിതിയിൽ സാംസ്കാരിക നായകരും യുവജന നേതാക്കളുമടക്കം 28 പേരെ ഉൾപ്പെടുത്തും. മാധ്യമ സ്ഥാനാർത്ഥി നിർണയ ഏകോപന സമിതികളിൽ പരമാവധി 15 വീതം അംഗങ്ങളാണുണ്ടാവുക. M ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. പ്രമുഖ സംഗീത സംവിധായകൻ S ബാലകൃഷ്ണൻ അന്തരിച്ചു. ഇന്നുച്ചയ്ക്ക് ചെന്നൈയിലെ വസതിയിലായിരുന്നു അന്ത്യം. 69 വയസ്സായിരുന്നു. അർബുദം ബാധിച്ച് ഒരു വർഷത്തോളമായി ചികിത്സയിലായിരുന്നു. ഇൻ ഹരിഹർ നഗർ, ഗോഡ്ഫാദർ, റാംജി റാവു സ്പീക്കിംഗ്, വിയറ്റ്നാം കോളനി തുടങ്ങിയ മലയാള സിനിമകൾക്ക് സംഗീതം നൽകി. സംസ്കാരം ഇന്ന് വൈകിട്ട് ബസന്ത് നഗർ വൈദ്യുതി ശ്മശാനത്തിൽ നടക്കും. ഇപ്പോൾ സംവിധായകൻ ലാൽ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീലാൽ, പ്രമുഖ സംഗീത സംവിധായകൻ S ബാലകൃഷ്ണൻ അന്തരിച്ചിരിക്കുന്നു എന്ന വാർത്ത പുറത്തുവരുന്നു. എങ്ങനെ ഓർക്കുന്നു അദ്ദേഹത്തെ? ഞങ്ങള് ഡയറക്ടർ ഫാസിൽ സാറിന്റെ കൂടെ ഞാൻ സിദ്ദിഖ് അസോസിയേറ്റ്സ് ആയിട്ട് വർക്ക് ചെയ്ത സമയത്ത് 1000 ശിവരാത്രികൾ എന്ന് പറയുന്ന സിനിമയുടെ റെക്കോർഡിംഗ് സമയത്താണ് അദ്ദേഹത്തെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അന്ന് MB ശ്രീനിവാസനായിരുന്നു മ്യൂസിക് ഡയറക്ടർ. അദ്ദേഹത്തിന്റെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന അന്ന് ആളായിരുന്നു S ബാലകൃഷ്ണൻ. അപ്പൊ അതിന്റെ റെക്കോർഡിംഗ് കഴിഞ്ഞ് എല്ലാം തീർന്നു പോയതിനു ശേഷം വീണ്ടും കേട്ട് കഴിഞ്ഞപ്പോൾ ഫാസിൽ സാറിനെ കുറച്ച് പാവം രണ്ടാമത് ഒന്നുകൂടി ചെയ്യണമെന്ന് താല്പര്യം തോന്നി MB ശ്രീനിവാസനെ വിളിച്ചപ്പോൾ അദ്ദേഹം അപ്പോൾ ബോംബെയിലായിരുന്നു. അങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് വൃത്തിയില്ലാതെന്ന ഒരവസ്ഥയിൽ MB ശ്രീനിവാസൻ പറഞ്ഞത് S ബാലകൃഷ്ണൻ വിളിച്ചിട്ട് അദ്ദേഹം ചെയ്യും, മിടുക്കനാണ് എന്ന് പറഞ്ഞിട്ടാണ് S ബാലകൃഷ്ണൻ
സാർ അങ്ങോട്ടൊരു ഓഫർ കൊടുത്തു, ഞാൻ ഇനി ഒരു പടം ചെയ്യുമ്പോൾ ബാലകൃഷ്ണ നമുക്ക് പടം ചെയ്യാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓഫർ കൊടുത്തിട്ടുണ്ടായി. അതിനുശേഷം പിന്നീട് വന്ന സിനിമ ശരിക്കും പറഞ്ഞ് ഞങ്ങൾ ചെയ്യുന്ന റാംജി റാവു ആയിരുന്നു ആ കമ്പനി ഫാസ്റ്റ് സാറൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് ഫാസ്റ്റ് സാർ ചോദിച്ചിങ്ങനെ എസ് ബാലകൃഷ്ണൻ വെച്ച് മ്യൂസിക് ചോദിച്ചാലും ഞങ്ങൾ ഞാൻ കുഴപ്പമില്ല നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അത് വരുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനെ അങ്ങോട്ട് ഓഫർ കൊടുത്തത് കൊണ്ട് മാത്രമാണ് തോന്നുന്നത് അദ്ദേഹം സംഗീത സംവിധായകനായത്. അല്ലാതെ വേറൊരാളെടുത്ത് പോയി ഒരു അവസരം ചോദിക്കാനോ അതിനു വേണ്ടിയിട്ട് ഒരു ബന്ധങ്ങളുണ്ടാക്കാനോ ഉള്ള പിടിക്കുള്ള ആളല്ലായിരുന്നു. വളരെ പാവമായിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹം അന്ന് മുതൽ ഞങ്ങളുടെ റാംജി റാവു, വരികമാർ, ഗോഡ്ഫാദർ, വിയറ്റ്നാം കൂടെ ഞങ്ങളുടെ 4 പടങ്ങളുടെ മ്യൂസിക്, ഈ 4 പടങ്ങളും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആയിരുന്നു. 4 പടങ്ങളിലെയും പാട്ടുകൾ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആയിരുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് ആ 4 പടങ്ങളിലെയും പശ്ചാത്തല സംഗീതം ഏതെങ്കിലും അതിനകത്തൊരു മ്യൂസിക് കേട്ട് കഴിഞ്ഞാൽ ഏത് പടത്തിനാണെന്ന് മലയാളികൾ തിരിച്ചറിയുന്ന വിധത്തിൽ ഹിറ്റായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് പടങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടും 5ാമതൊരു പടം പുറത്ത് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് പറ്റിയില്ല. ഞങ്ങൾ പലപ്പോഴും പറയായിരുന്നു, ഒരു പടം സൂപ്പർ ഹിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ സംഗീത സംവിധായകന് പിന്നെ പടങ്ങൾ കൊണ്ടിട്ട് തെക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പടങ്ങൾ അദ്ദേഹത്തിന് വന്ന് ചേരേണ്ടതാണ്. ഇദ്ദേഹം ഇത് ഒഴിഞ്ഞു മാറി അകത്തേക്ക് മാറി ഒന്നിനെയും മുമ്പിൽ ഫേസ് ചെയ്യാതെ ഒളിച്ചു നിൽക്കുന്ന ഒരു സ്വഭാവ പ്രത്യേകതയുള്ള ആളായിരുന്നു. ഞങ്ങൾ പലപ്പോഴും മാണിങ്ങാട്ട് കൊണ്ട് നിങ്ങൾ ഇറങ്ങോ കാര്യങ്ങൾ ചോദിച്ചു, അല്ലെങ്കിൽ ലൈൻ ലൈറ്റ് വരും, ഒരു ചാനൽ പരിപാടികളിൽ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് നിങ്ങൾ അറിയട്ടെ എന്ന് പറഞ്ഞാലും പുള്ളി അതെങ്ങനെ ഒഴിഞ്ഞ് പുള്ളി കുട്ടിന്റെ മ്യൂസിക് ക്ലാസ്സുകളും കുട്ടികളെ പഠിപ്പിക്കലും ഒക്കെ ആയിട്ട് ഒഴിഞ്ഞു മാറുന്ന ഒരു സ്വഭാവം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4 പടം കഴിഞ്ഞിട്ട് ഒന്നും ആണ്ടായപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചത് ഒരു സ്നേഹപൂർവമായിട്ടുള്ള ഒരു പണിഷ്മെന്റ് ആയിരുന്നു ശരിക്കും അടുത്ത പടത്തിൽ സാർ ചെയ്യണ്ട എന്ന് പറഞ്ഞത്. കാരണം വെച്ചാല് അത് അങ്ങനെ കുറച്ചുകൂടി മാറേണ്ടിയിരിക്കുന്നു നമുക്ക് തോന്നിയിട്ടാണ് ഞാൻ ചവിട്ടപ്പടം പോലെ നമ്മൾ പുറത്ത് ചെയ്തത്. പക്ഷെ എന്നിട്ടും പുള്ളി ഒരു പടം പോലും ചെയ്യണ്ടായില്ല. പിന്നെ പുള്ളി എവിടെയോ ഒളിച്ചിരിക്കുന്ന പോലെ എവിടെയോ മ്യൂസിക് ക്ലാസ്സുകളുമായിട്ട് അങ്ങോട്ടോ മാറിപ്പോവുകയായിരുന്നു. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും ഈ ഇദ്ദേഹം ഒരു റെക്കോർഡിങ്ങിന് ഫ്ലൂട്ട് വായിക്കുന്ന ആളായത് കൊണ്ടിട്ട് കൂടെയുള്ള പല കലാകാരന്മാരും വയലിൻ വായിക്കുന്നവർ, ഗിറ്റാർ വായിക്കുന്നവർ, അവരൊക്കെ ഉണ്ടാവും. ഇതൊക്കെ കൂടെ ഒന്നിച്ചായിരുന്നു അന്ന് റെക്കോർഡിങ് നടന്നിരുന്നത്. ഇവരൊക്കെ അദ്ദേഹത്തിന് ആ കൂട്ടത്തിൽ നിന്ന് വന്നിട്ട് സംഗീത സംവിധായകനായത് കൊണ്ടിട്ട് ഇപ്പോൾ റെക്കോർഡിംഗ് സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ ഓർഡറുകളും കാര്യങ്ങളും ഇപ്പോൾ നിശബ്ദരായിരിക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിക്കാതിരിക്കുക, ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്ന ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള പല അനുഭവങ്ങളും അദ്ദേഹത്തിന് ഉണ്ടാകുന്നത് നമ്മൾ നേരത്തെ കാണുന്നുണ്ട്. കാരണം അങ്ങനെ ആളാകണ്ട എന്ന് പറയുന്ന തോന്നൽ അദ്ദേഹത്തിനോട് മറ്റുള്ളവർക്കും ഉണ്ടായിരുന്നു. ഒരു ദിവസം ഞങ്ങളുടെ ഒരു റെക്കോർഡിങ്ങിനെ ഞാൻ ചെല്ലുമ്പോൾ കാണുന്നത് അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ എല്ലാ ആർട്ടിസ്റ്റുകളും ഇളയരാജയുടെ ഒരു റെക്കോർഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വെച്ചിരുന്നതാണ് ഇന്ന് റെക്കോർഡിംഗ് കൊണ്ട് ബുക്ക് ചെയ്ത് വെച്ചിരുന്നവരാണ്. അവരെല്ലാവരും മറ്റു സ്റ്റുഡിയോയിലേക്ക് പോയിട്ടുണ്ട്. ആകെ 1-2 പേര് അവിടെ സ്റ്റുഡിയോയിലുണ്ട്. ഒന്നും ചെയ്യാനായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ഒരു അവോയ്ഡ് ചെയ്യുന്ന അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് തോന്നുന്നു പുള്ളിക്ക് സംഗീത സംവിധായകനായിട്ട് മുമ്പോട്ട് വരാണ്ടതിനകത്തുള്ള മടിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇത്രയും ഹിറ്റ് പടങ്ങൾ ചെയ്തിട്ടും അദ്ദേഹം മറ്റു ചെയ്തിരിക്കുന്ന വളരെ കുറച്ച് പടങ്ങളെ പുറത്ത് പിന്നെ ചെയ്തിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് എവിടെയാണെന്ന് പോലും അറിയാൻ പാടില്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. അതിനോട് വേദനിച്ചിട്ടുള്ള വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ട് വളരെ പാവം പിടിച്ച ഒരു സാധു മനുഷ്യനായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു. വളരെയധികം നന്ദി അദ്ദേഹവുമായുള്ള ഓർമ്മകൾ പങ്കുവച്ചതിന്. സംവിധായകൻ ലാലാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. അദ്ദേഹവുമായുള്ള ഓർമ്മകൾ പങ്കുവച്ചത്. പ്രമുഖ സംഗീത സംവിധായകൻ എസ് ബാലകൃഷ്ണൻ ഇന്ന് ഉച്ചയ്ക്കാണ് ചെന്നൈയിലെ വസതിയിൽ അന്തരിച്ചത്. 69 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. അർബുദം ബാധിച്ച് 1 വർഷത്തോളമായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തിന്റെ 4 ചിത്രങ്ങളാണുള്ളത്. ഇൻ ഹരിഹർ നഗർ, ഗോഡ്ഫാദർ, റാംജി റാവു സ്പീക്കിംഗ്, വിയറ്റ്നാം കോളനി തുടങ്ങിയ മലയാള സിനിമകൾക്ക് സംഗീതം നൽകിയ സംഗീത സംവിധായകനാണ് വിട പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും ഗോപിക ചേരുന്നു. ഗോപിക, അദ്ദേഹത്തിന്റെ 4 സിനിമകൾ ഇപ്പോൾ സംവിധായകൻ ലാൽ നമ്മളോട് അദ്ദേഹവുമായുള്ള ഓർമ്മകൾ പങ്കുവച്ചപ്പോൾ പറഞ്ഞതുപോലെ ആ 4 സിനിമകൾ മതി എസ് ബാലകൃഷ്ണനെ രേഖപ്പെടുത്താൻ. എന്താണ് അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തെക്കുറിച്ച് പറയാനുള്ളത്? ആക്ച്വലി 1975 അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു സംഗീത ജീവിതം ആരംഭിക്കുന്നത്. വെസ്റ്റേൺ സംഗീതോപകരണങ്ങളിലും അദ്ദേഹം വളരെയധികം പ്രാമുഖ്യം നേടിയിട്ടുണ്ട്. റാംജി റാവു സ്പീക്കിംഗ് എന്ന ചിത്രത്തിലാണ് അദ്ദേഹം ആദ്യമായി സംഗീതം ചിട്ടപ്പെടുത്തുന്നത്. തുടർന്ന് ഇൻ ഹരിഹർ നഗർ, ഗോഡ്ഫാദർ, റാംജി റാവു സ്പീക്കിംഗ്, വിയറ്റ്നാം കോളനി, മഴവിൽ കൂടാരം തുടങ്ങിയ സിനിമകളിലെ പ്രസിദ്ധ ഗാനങ്ങൾക്ക് അദ്ദേഹം സംഗീതം ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 1 വർഷത്തോളമായി അദ്ദേഹം അർബുദത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഇതേ തുടർന്നാണ് അദ്ദേഹത്തിന്റെ അന്ത്യം ഇന്ന് ഉച്ചയ്ക്ക് സംഭവിക്കുന്നത്. 69 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്.
ഗോപികയാണ് എന്റർടൈൻമെന്റ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകുന്നത്. പ്രമുഖ സംഗീത സംവിധായകൻ എസ് ബാലകൃഷ്ണൻ അന്തരിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് ചെന്നൈയിലെ വസതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. 69 വയസ്സായിരുന്നു. അർബുദം ബാധിച്ച് 1 വർഷത്തോളമായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. മുനമ്പം വഴി വിദേശത്തേക്ക് കടന്നവരിൽ ഡൽഹി തിലക് നഗർ നിവാസികളും ഉള്ളതായി പോലീസിന് വിവരം. 100-ലേറെ പേർ വിദേശത്തേക്ക് അനധികൃതമായി കടന്നെന്ന വിവരത്തെ തുടർന്ന് തിലക് നഗറിലേക്ക് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. ഡൽഹി അംബേദ്കർ നഗർ കോളനിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് തിലക് നഗർ നിവാസികളും കേരളം വഴി അനധികൃതമായി വിദേശത്തേക്ക് കടന്നതായി പോലീസിന് വിവരം ലഭിച്ചത്. അംബേദ്കർ കോളനിയിലെ താമസക്കാർ തന്നെയാണ് തിലക് നഗറിലെ ബന്ധുക്കൾ വിദേശത്തേക്ക് പോയതായി വെളിപ്പെടുത്തിയത്. 10 വർഷം മുമ്പ് വിദേശത്തേക്ക് പോയവർ വീഡിയോ കോൾ ചെയ്ത് നാട്ടിലുള്ളവരെ പ്രലോഭിപ്പിച്ചു. തിലക് നഗറിൽ നിന്നും 100-ലേറെ പേർ ഇത്തരത്തിൽ നാട് വിട്ടിട്ടുണ്ടെന്നാണ് സംശയം. ഇതിൽ ആരൊക്കെ മുനമ്പം വഴി പോയെന്നുള്ള കാര്യത്തിൽ പോലീസിന് വ്യക്തമായ വിവരം ലഭിച്ചിട്ടില്ല. അന്വേഷണം തിലക് നഗറിലേക്കും വ്യാപിപ്പിച്ചു. അതേസമയം അംബേദ്കർ നഗർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വസ്തുക്കച്ചവടക്കാരൻ സോനുവിനെ മനുഷ്യക്കടത്തിൽ ബന്ധമുണ്ടെന്ന സംശയം ബലപ്പെട്ടു. കേരള പോലീസ് ഡൽഹിയിലെത്തിയത് മുതൽ ഇയാൾ ഒളിവിലാണ്. സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന സൂചന ലഭിച്ചതോടെ 2 പോലീസ് ഉദ്യോഗസ്ഥർ കൂടി അന്വേഷണത്തിനായി കേരളത്തിൽ നിന്ന് ഡൽഹിയിലെത്തി. ന്യൂസ് 18 ഡൽഹി. മുനമ്പം മനുഷ്യക്കടത്തിൽ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന. മനുഷ്യക്കടത്തിന്റെ സൂത്രധാരൻ ശ്രീകാന്തുമായി ബന്ധമുള്ളവരുടെ വീടുകളിലാണ് തെരച്ചിൽ. സംഘം തിരുവനന്തപുരത്ത് നിന്നും തൃശൂരിലേക്ക് സഞ്ചരിച്ച വാഹനവും അന്വേഷണ സംഘം കണ്ടെത്തി. വെങ്ങാനൂരിൽ ഇശക്കി എന്ന തമിഴ് സ്ത്രീയും 2 ആൺമക്കളും താമസിച്ചിരുന്ന വീട് കേന്ദ്രീകരിച്ചായിരുന്നു രാവിലെ പരിശോധന. 5 വർഷം മുൻപ് ഇവിടെ വീട് വാങ്ങിയ തമിഴ് കുടുംബം 3 മാസം മുൻപ് തമിഴ്നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. ശ്രീകാന്ത് ഈ വീട്ടിലെത്തിയിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തി. സ്ത്രീകളടക്കം നിരവധി പേർ ഈ വീട്ടിൽ വന്നുപോയിരുന്നതായി സമീപവാസികൾ മൊഴി നൽകി. ഇശക്കിയും കുടുംബവും തമിഴ്നാട്ടിലെ വിരുദുനഗറിലുള്ളതായാണ് സൂചന. ഓസ്ട്രേലിയയിലേക്ക് കടന്നുവെന്ന് കരുതുന്നവർ തിരുവനന്തപുരത്ത് നിന്ന് തൃശൂരിലേക്ക് സഞ്ചരിച്ച വാഹനം പോലീസ് കണ്ടെത്തി. കിള്ളിപ്പാലത്തെ ട്രാവൽ ഏജൻസിയിൽ നിന്ന് ഓൺലൈൻ വഴിയാണ് ടെമ്പോ ട്രാവലർ വാടകയ്ക്കെടുത്തത്. ക്ഷേത്ര ദർശനത്തിന് പോകുന്നുവെന്നാണ് ഡ്രൈവറോട് പറഞ്ഞിരുന്നത്. കൊടുങ്ങല്ലൂരാണ് സംഘത്തിലുണ്ടായിരുന്നവർ ഇറങ്ങിയത്. ശ്രീലങ്കൻ തമിഴ് വംശജരും കൂട്ടത്തിലുണ്ടായിരുന്നതായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ശ്രീകാന്തിന്റെ ആസൂത്രണത്തിൽ നേരത്തെയും ഓസ്ട്രേലിയയിലേക്ക് മനുഷ്യക്കടത്ത് നടന്നുവെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. അതേസമയം 40-ലധികം പേരുമായി ഓസ്ട്രേലിയയിലേക്ക് കടന്നുവെന്ന് കരുതുന്ന ബോട്ട് കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. ആലപ്പാട്ടെ കരിമണൽ ഖനനത്തിനെതിരെ VS അച്യുതാനന്ദൻ. കരിമണലിനേക്കാൾ വില ജനിച്ച മണ്ണിൽ ജീവിക്കാനുള്ള അവകാശത്തിനാണെന്ന് VS പറഞ്ഞു. ഖനനം നിർത്തി ചർച്ചയില്ലെന്ന നിലപാട് മന്ത്രി EP ജയരാജൻ ആവർത്തിച്ചു. പ്രശ്നപരിഹാരത്തിന് മന്ത്രി വിളിച്ച ചർച്ച ഇന്ന് നടക്കും. CPIക്ക് പിന്നാലെയാണ് VSും കരിമണൽ വിഷയത്തിലെ സർക്കാർ നിലപാടിനെതിരെ രംഗത്തുവന്നത്. ഖനനം നിർത്തിവെക്കണം. കരിമണലിനേക്കാൾ വില ജനിച്ച മണ്ണിൽ മരിക്കാനുള്ള അവകാശത്തിനാണ്. ഉപഗ്രഹ ചിത്രങ്ങളും നിയമസഭാ പരിസ്ഥിതി സമിതിയുടെ റിപ്പോർട്ടും ആലപ്പാടിന്റെ അവസ്ഥ വ്യക്തമാക്കുന്നതാണ്. ലാഭക്കണ്ണിലൂടെയല്ല പാരിസ്ഥിതിക പ്രതിസന്ധിയെ നോക്കിക്കാണേണ്ടത്. തുടർ പഠനങ്ങൾ വരുന്നതുവരെയെങ്കിലും ഖനനം നിർത്തിവെക്കണമെന്നാണ് ആവശ്യം. എന്നാൽ മന്ത്രി EP ജയരാജൻ ഈ ആവശ്യം തള്ളി. ഖനനം നിർത്തിവെക്കില്ല, എന്നാൽ സമരക്കാർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ പരിശോധിക്കും. സമരം ചെയ്യുന്നവരും ഖനനം തുടരാമെന്നുള്ളത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അവർക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്, അവർക്ക് ചില ആശങ്കയുണ്ട്. അവർക്ക് ഉള്ള ആശങ്കകൾ പരിഹരിച്ച് ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കുന്നു. ജനങ്ങളുടെ താല്പര്യങ്ങളും സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങളും തൊഴിലാളികളുടെ താല്പര്യങ്ങളും സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നിലപാടായിരിക്കും ഗവൺമെൻറ് സ്വീകരിക്കുക. വൈകിട്ട് വ്യവസായ മന്ത്രിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കുമെങ്കിലും ഖനനം നിർത്തിവെക്കില്ലെന്ന നിലപാടിൽ സമരസമിതിക്ക് ആശങ്കയുണ്ട്. ഞങ്ങളുടെ ഈ പ്രദേശം താങ്ങത്തില്ല. ഞങ്ങൾക്ക് ഇത് ഒരു വരമ്പ് പോലെ കിടക്കുന്ന പ്രദേശമാണ്. ഈ പ്രദേശത്ത് ഇനിയൊരു ഖനനം സാധ്യമല്ല. അത് അവരെ ബോധ്യപ്പെടുത്തുക. ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി ഇതുവരെ ബോധ്യപ്പെട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. സമരസമിതിയുടെ 5 പ്രതിനിധികളാണ് ചർച്ചയിൽ പങ്കെടുക്കുക. ന്യൂസ് 18 തിരുവനന്തപുരം, കൊല്ലം. ശബരിമല നിരീക്ഷണ സമിതിയുടെ റിപ്പോർട്ട് സുപ്രീംകോടതി വിധിക്കെതിരാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. യുവതികൾക്ക് നിരാഹാരം ഇരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സുപ്രീംകോടതിയുടെ തീരുമാനത്തിന് വിരുദ്ധമായിട്ടുള്ള നിലപാടാണോ നിരീക്ഷക സമിതിക്കുള്ളത് എന്ന് പോലും എനിക്ക് ആശങ്കയുണ്ട്. സർക്കാരിനെതിരാണെന്ന് ഞാൻ കരുതുന്നില്ല. സുപ്രീം കോടതിയുടെ വിധിയുടെ അന്തസ്സത്തയ്ക്കെതിരാണോ എന്നുള്ള സംശയം എനിക്കുണ്ട്. അവർക്ക് നിരാഹാരം ഇരിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യമല്ലേ ഈ രാജ്യം. അവർ നിരാഹാരം ഇരിക്കട്ടെ.
ഇത്തവണത്തെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം ഞായറാഴ്ച സമാപിക്കും. മകരവിളക്ക് കഴിഞ്ഞതോടെ തീർത്ഥാടകരുടെ എണ്ണത്തിൽ കാര്യമായ വർധന ഉണ്ടായിട്ടില്ല. നാളെ രാവിലെ 11ഓടെ നെയ്യഭിഷേക ചടങ്ങുകൾ അവസാനിക്കും. രാത്രി 10 മണിവരെ മാത്രമാണ് തീർത്ഥാടകർക്ക് ദർശന സൗകര്യമുള്ളത്. ഞായറാഴ്ച രാവിലെ 7 മണിക്കാണ് നട അടയ്ക്കുന്നത്.